നമസ്കാരം. ഇന്നു മുതൽ നമ്മൾ ചെയ്യുന്ന വിഭവങ്ങൾ സദ്യയിൽ കൂടി ഉൾപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. കാരണം ഓണം വരികയാണ്. അപ്പോൾ ഓണം ഈ ഒരു കൊറോണയൊക്കെ ഉള്ള സമയത്ത് ഗംഭീരമായിട്ടൊന്നും ഓണം ആഘോഷിക്കില്ല എങ്കിലും കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഒന്നോ രണ്ടോ വിഭവങ്ങളേ ഉള്ളൂ എങ്കിലും അത് സന്തോഷത്തോടെ കുടുംബത്തിൻ്റെ കൂടെ തന്നെയായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഇത്തവണത്തെ ഓണം. അപ്പോൾ സദ്യയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വിഭവങ്ങൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അതിൽ ആദ്യത്തേത് നിങ്ങൾ ചോദിച്ചിട്ടുള്ള കൂട്ടുകറി തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. സദ്യ സ്റ്റൈലിലുള്ള കൂട്ടുകറി തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയുമല്ലോ, അതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ടാണ് പാത്രഭാഗമുണ്ട്, ആ ഒരു പാത്രഭാഗത്തിൽ ഇരുന്നിട്ടാണ് അത് കുറുകി വരിക. ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. ഇതാ അടിപൊളി കൂട്ടുകറി. കൂട്ടുകറിക്കുള്ള കഷ്ണങ്ങൾ നമുക്ക് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഇതുപോലെ ഒരു ചെറിയ ബൗളിൽ 1 ബൗൾ അളവിലാണ് കഷ്ണങ്ങൾ ഇതുപോലെ ചെറുതായി നുറുക്കിയെടുത്തിട്ടുള്ളത്. നേന്ത്രക്കായക്ക് കറുത്ത കളറ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വച്ചു. കായ സെയിം അളവിൽ തന്നെ, ചേന അതേ അളവിൽ, കുമ്പളങ്ങ. അപ്പോൾ ചേനയ്ക്ക് ഇവിടെ വേവ് കുറഞ്ഞ ചേനയാണിത്, അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചിട്ട് വേവിക്കുന്നത്. നേരെ മറിച്ച് ചേനയ്ക്ക് ഒരുപാട് വേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേന വെന്തതിന് ശേഷം മാത്രം കുമ്പളങ്ങ ചേർത്താൽ മതിയാവും. ഇനി വേണ്ടത് ഇതിലേക്കുള്ള പൊടികളാണ്. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയാണ് 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, കുരുമുളക് പൊടി. ശരിക്കും കുരുമുളകിൻ്റെ സ്വാദാണ് നമ്മുടെ കൂട്ടുകറിയിൽ മുമ്പിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താണ് നമ്മളിത് വേവിക്കാൻ പോണത്. ഈ സമയത്ത് തന്നെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കി കഷ്ണം വെന്തതിന് ശേഷം നമുക്ക് ചേർക്കാം. പൊടികളൊക്കെ ഒന്ന് യോജിക്കട്ടെ. ഇതാ നേന്ത്രക്കായയിലെ വെള്ളമാണ് കേട്ടോ. ബാക്കി വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മതിയാവും. ഒരു 2 ഇല കറിവേപ്പില. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതാ കഷ്ണങ്ങൾ അത്യാവശ്യം വെന്തു. ഒരു 1/4 ഭാഗം വേവ് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കടലയാണ്. നല്ലോണം ഒരു പിടി കടല നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കടലയ്ക്ക് പകരം നമുക്ക് ഗ്രീൻ പീസും എടുത്ത് കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ സദ്യക്ക് കടലയ്ക്ക് പകരം ഗ്രീൻ പീസ് കണ്ടിട്ടുണ്ട്. അതെടുക്കുമ്പോഴും സ്വാദിനൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഗ്രീൻ പീസ് വേണ്ടവർക്ക് ഗ്രീൻ പീസ് എടുക്കാം, കടല വേണ്ടവർക്ക് കടല ചേർക്കാം. ഇതുപോലെ നേരത്തെ വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ കഷ്ണം വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഉപ്പ് നോക്കിയിരുന്നു, ഒരല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ലേശം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂട്ടുകറിക്ക് വേണ്ടി ആദ്യം നമുക്ക് വറുത്തെടുക്കാം. ഉരുളി ചൂടാവുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ വറുക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. 4 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം. ജീരകം ശരിക്കും നമ്മൾ അരക്കുന്നുണ്ട് നാളികേരത്തിൻ്റെ കൂടെ. പക്ഷേ വറുക്കുന്ന സമയത്ത് ഒരല്പം ജീരകം ഇതുപോലെ വറുത്തെടുത്താൽ നല്ല മണം, ജീരകത്തിൻ്റെ മണം നന്നായിട്ട് കിട്ടും. ഇതൊന്ന് ബ്രൗൺ നിറാവട്ടെ. ഇവിടെ നമ്മൾ ഈ ഒരു കൂട്ടുകറിക്ക് വേണ്ടി ഒരു മുഴുവനായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗത്തോളം തേങ്ങ അരച്ച് ചേർക്കാനും 1/4 ഭാഗത്തോളം വറുത്തെടുക്കാനുമാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വറുക്കാനാണ് കൂടുതൽ തേങ്ങ എടുക്കുക. അരയ്ക്കാൻ 4-ൽ 1 മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു തേങ്ങയുടെ 1/4 ഭാഗത്തോളം നമ്മൾ ഈ സമയത്ത് ഉഴുന്നുപരിപ്പ് അതുപോലെ ഒന്ന് നിറം മാറി വരുമ്പോൾ വറക്കാൻ വേണ്ടി എടുക്കുകയാണ്. വറവായിട്ടുണ്ട്. ഇതുപോലെ ഡാർക്ക് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ബാക്കിയുള്ള
കാൽ ഭാഗം തേങ്ങ. ആ തേങ്ങ കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് അല്പം വെള്ളത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വറക്കുന്ന സമയത്ത് ഒരു 2 നുള്ളു ജീരകം ചേർത്തിട്ടുണ്ട്. അത് കൂടാതെ 1/2 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ടാണ് തേങ്ങ അരയ്ക്കുന്നത്. ഇനി നമുക്ക് സദ്യ സ്റ്റൈൽ കൂട്ടുകറി ചെയ്യുമ്പോൾ അതിന് അല്പം മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചിരകി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വേണ്ടാന്നുള്ളവർക്ക്, അതായത് മധുരം ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ശർക്കര ഒഴിവാക്കാം. പക്ഷേ പൊതുവെ കൂട്ടുകറിയിൽ അല്പം മധുരം ഉണ്ടാവും. അപ്പോൾ ശർക്കര ചേർത്തു. കഷ്ണം വെന്തതിന് ശേഷം മാത്രമാണ് ശർക്കര ചേർക്കാവൂ. പിന്നെ ഇതിൽ പറയാനുള്ളത്, ചില സ്ഥലങ്ങളിലൊന്നും കുമ്പളങ്ങ ഇടില്ല, കായയും ചേനയും തന്നെയാണ് ഇതിനു വേണ്ടി കൂട്ടുകറിക്ക് എടുക്കുക. പക്ഷേ കുമ്പളങ്ങ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അരപ്പ് ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, മുളകൊന്നും ചേർത്തിട്ടില്ല. തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂട്ടി അരച്ചെടുത്തതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകറി, പാകമായി വന്നിട്ടുണ്ട്. ഇത്തിരിയും കൂടി വെള്ളം വറ്റാനുണ്ട്, അതൊന്ന് വറ്റിയാൽ മാത്രം മതിയാവും. കാരണം സദ്യയിൽ വിളമ്പുമ്പോൾ ഒരു സൈഡ് ഡിഷായിട്ടാണ് നമ്മൾ വിളമ്പുക, കുറുകിയ പാകത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചില ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു പൊടിക്കൈ എന്ന് പറയുന്നത് ശർക്കര തന്നെയാണ്. ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട, പക്ഷെ ശർക്കര ചേർത്താലാവും അതിൻ്റെ ശരിക്കുള്ള രുചി കിട്ടുക. അതുപോലെ ഈ കഷ്ണങ്ങൾ വല്ലാതെ വെന്തുടയണ്ട, 1/4 ഭാഗം വെന്താൽ മതിയാവും. വേവണം, പക്ഷെ ഉടഞ്ഞു കഴിഞ്ഞാൽ അത് കാണാനുള്ള ഭംഗി നഷ്ടപ്പെടും. പിന്നെ വേറൊരു ടിപ്പാണ്, നമ്മൾ നാളികേരത്തിൻ്റെ കൂടെ ജീരകം അരക്കൽ മാത്രമേ പതിവുള്ളൂ. പക്ഷെ അങ്ങനെയല്ലാതെ തേങ്ങ വറക്കുന്ന സമയത്ത് 2 മണി ജീരകം കൂട്ടി വറുത്താലാണ് അതിന് ജീരകത്തിൻ്റെ മണം നന്നായിട്ട് വരിക. അപ്പോൾ അത് തിളയ്ക്കുമ്പോൾ തന്നെ കുരുമുളകിൻ്റെ ജീരകത്തിൻ്റെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അവസാനം ആണ് ഈ വറുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഷ്ണങ്ങൾ വെന്തും കഴിഞ്ഞ് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങ എടുത്ത് വറുത്ത് അത് ചേർക്കലാണ് പതിവ്. നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് യോജിപ്പിക്കുക. തേങ്ങയുടെ വറവ് ഒരു പ്രധാനമാണ്. സാധാരണ നമ്മൾ വറുക്കുന്നതിനേക്കാളും വറുത്തരച്ച കൂട്ടാനൊക്കെ വറുക്കുന്നതിനേക്കാളും ഒരല്പം വറവ് കൂടുതൽ തന്നെ വേണം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സദ്യ സ്റ്റൈൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത്തവണ ഓണസദ്യക്ക് കൂട്ടുകറി ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.